ടീം ചാരിറ്റി കായംകുളം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, പഠനോപകരണ വിതരണം, ചികിത്സാ സഹായ വിതരണം എന്നിവ നടത്തി. കായംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജിബിൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 1.5 വർഷക്കാലമായി കായംകുളം കേന്ദ്രീകരിച്ച് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ടീം ചാരിറ്റി കായംകുളം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും നിർധനരായ 200ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചികിത്സാ സഹായ വിതരണം നടത്തുകയും ചെയ്തു. അവരുടെ മക്കളും മുന്നിട്ട് വരണമെന്നുള്ള രീതിയിൽ ഇതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പ്രശംസനീയമാണ്. DSP സാറ് പറയുന്ന ചടങ്ങാണെന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ DSP സാറാണ് കഴിഞ്ഞത്. അപ്പോൾ അവർ പിന്നെ വിളിച്ചതിൽ ഞാൻ ഇതിൻ്റെ നടത്തിപ്പുകാരും സംഘാടകരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് എന്താ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോടാണ്. കുട്ടികളെന്ന് പറയുന്നത് ഇനി വളർന്നു വരുന്ന സമൂഹത്തിലെ വാഗ്ദാനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അപ്പോൾ സമൂഹത്തിലേക്ക് ഇനി വളർന്നു വരുന്ന ചിലപ്പോൾ ഇതുപോലെ പല പല സദസ്സുകളിലും വേദികളിലും പോയി ഇരിക്കേണ്ട വിശിഷ്ട വ്യക്തികളായിരിക്കാം ഇപ്പോൾ വളർന്നു വരുന്നത്. അപ്പോൾ വീട്ടുകാരും കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുക. വളർത്തിയെടുക്കേണ്ടത് നമ്മളെ സഹായിക്കേണ്ടതൊക്കെ ചിലപ്പോൾ ടീം ചാറ്റ് ചെയ്യുമായിരിക്കും. പിന്നെ വളരേണ്ടതും പഠിക്കേണ്ടതും നമ്മളാണ് നോക്കേണ്ടത്. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ, നല്ല കൂട്ടുകെട്ടാണോ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളിൽ വരും. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ക്യാൻസർ രോഗികൾക്കാണ് ചികിത്സാ സഹായം നൽകിയത്. മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചാരിറ്റിക്ക് വേണ്ടി സ്വാഗതം പറഞ്ഞു. തുടർന്ന് AB ഷാഹുൽ ഹമീദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കായംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജിബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ടീം ചാരിറ്റി സെക്രട്ടറി അബ്ദുൾ റഷീദ്, ഷിത TR, AHM ഹുസൈൻ, KG SMA ജില്ലാ പ്രസിഡന്റ് അബു ജനത, റിയാസ് CDNet, മനാഫ് റാണീസ്, ഹാഷിം എന്നിവർ സംസാരിച്ചു. പുഷ്പമണി കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.